ഹലോ സ്റ്റുഡൻസ്, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടെക്നിക്കൽ ഡോക്യുമെൻറ്റേഷൻ എന്നുള്ള ടോപ്പിക്കാണ്. അതായത് പ്രൊഫഷണലിസം എന്നുള്ളത് ലാസ്റ്റ് 2 ടോപ്പിക്ക് വരുന്നതാണ് ടെക്നിക്കൽ ഡോക്യുമെൻറ്റേഷനും സ്റ്റാൻഡേർഡ്സും. അതിൽ ഫസ്റ്റ് വൺ ടെക്നിക്കൽ ഡോക്യുമെൻറ്റേഷൻ. Technical documentation are not just a user documents. They present specific information and know-how needed to develop, produce, maintain or use a form of technology. അതായത് ടെക്നിക്കൽ ഡോക്യുമെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒരു യൂസർ ഡോക്യുമെൻറ്റ് എന്നല്ല ഉദ്ദേശിക്കുന്നത്. ഒരു പ്രിസ്ക്രൈബ്ഡ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ഇൻഫർമേഷൻ, എന്തൊക്കെ നോ ഹൗസ് ആണ് നീഡഡ് ദറ്റ് ഇസ് ഫോർ ഡെവലപ്മെൻറ്റ്, പ്രൊഡ്യൂസ് ആൻഡ് മെയിൻറ്റെയിൻ, ഓക്കെ, ടു ഫോം എ ടെക്നോളജി ഓർ ടു ഡെവലപ്പ് എ ടെക്നോളജി. വാട്ട് ആർ ദ മെയിൻ know hows we needed, okay, for the development or production or to maintain our resources. That is known as technical documentation. The types of technical documentation are investment analysis. Investment analysis means we analyzing our investment activity, that's also documented, that is investment analysis. Cash flow projection, cash flow statement of an organization can be projected, that is cash flow projection. And we adopt or we collect the tenders. നമ്മൾ ടെൻഡർ സ്വീകരിക്കുക എന്നൊക്കെ പറയും. അപ്പോൾ ടെൻഡറിൻ്റെ ഡോക്യുമെൻറ്റുകളൊക്കെ കീപ്പ് ചെയ്യുക. ഏജൻസിൻ്റെ കോൺട്രാക്റ്റ്, ലീസസ്, സ്റ്റാഫ് നീഡ്സ് ഫോർകാസ്റ്റ്, മാർക്കറ്റിംഗ് റിസർച്ച് സ്റ്റാറ്റിസ്റ്റിക്സ്, ആനുവൽ ജനറൽ റിപ്പോർട്ട്, ഇതൊക്കെ നമ്മൾ എന്താണ് ഒരു ടെക്നിക്കൽ ഡോക്യുമെൻറ്റേഷൻ എന്നുള്ളതിൽ ഉൾപ്പെടും. ടൈപ്സ് ഓഫ് ഡോക്യുമെൻറ്റുകൾ ഏതാണ്? മെയിൻലി 5 ടൈപ്സ് ഓഫ് ഡോക്യുമെൻറ്റ് നീഡഡ് ഇൻ എ ബിസിനസ് ഓർഗനൈസേഷൻ. ദറ്റ് ഈസ് ഡിസ്ക്രിപ്ഷൻ ഡോക്യുമെൻറ്റ്, ഇൻഫർമേഷൻ ഓൺ ദി സിസ്റ്റം റിക്വയർമെൻറ്റ്സ് ആൻഡ് ദ സർവീസസ് ഓഫേർഡ്. എന്തൊക്കെയാണോ ഒരു ഓർഗനൈസേഷനിൽ ഒരു സിസ്റ്റത്തിൽ എന്തൊക്കെ ഇൻഫർമേഷൻസ് ആണോ റിക്വയർമെൻറ്റ്സ് ഉള്ളത്, എന്തൊക്കെ സർവീസസ് ആണോ ഓഫർ ചെയ്യുന്നത്, ദറ്റ് ഈസ് ഡിസ്ക്രിപ്ഷൻ ഡോക്യുമെൻറ്റ്. ഇൻസ്റ്റലേഷൻ ഡോക്യുമെൻറ്റ് മീൻസ് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റേഴ്സ്. This document should provide information on how it's installed the system. ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ എങ്ങനെയാണ് നമ്മൾ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് എന്നുള്ളതിനെയാണ് ഇൻസ്റ്റലേഷൻ എന്ന് പറയുന്നത്. കോൺഫിഗറേഷൻ മീൻസ് ഹൗ ദ ഡോക്യുമെൻറ്റ് ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ഹൗ കോൺഫിഗർ ദ സിസ്റ്റം സോഫ്റ്റ്വെയർ ഫോർ എൻഡ് യൂസ്. അവസാനം വരെ നമുക്ക് എങ്ങനെ ആ ഒരു സിസ്റ്റം കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാം എന്നുള്ളതിനെയാണ് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. യൂസ് എ മാനുവൽ, ഇൻട്രൊഡ്യൂസ് ദ ഓഡിയൻസ് ടു ദറ്റ് പെർട്ടിക്കുലർ സിസ്റ്റം. നമ്മളൊരു പുതിയ സിസ്റ്റം ഒരു ഫേമിൽ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പുതിയ സിസ്റ്റത്തെക്കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് യൂസ് എ മാനുവൽ എന്ന് പറയുന്നത്. സിസ്റ്റം റെഫറൻസ്, ലാസ്റ്റ് വൺ, ദറ്റ് ഇസ് സിസ്റ്റം ഫെസിലിറ്റീസ്, ഹൗ ടു യൂസ് ദോസ് ഫെസിലിറ്റി ആൻഡ് ഇഫ് എനി എറർ മെസ്സേജസ് ദറ്റ് ക്യാൻ ബി ഡിറ്റക്റ്റഡ്. ഓക്കെ, എങ്ങനെയാണ് ആ സിസ്റ്റം നമ്മൾ യൂസ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് അതിൻ്റെ ഫെസിലിറ്റീസ്, ദെൻ അതേപോലെ തന്നെ എറർ മെസ്സേജസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഡിറ്റക്റ്റ് ചെയ്യുന്നതിനെയാണ് ലാസ്റ്റ് സിസ്റ്റം റെഫറൻസ് എന്ന് പറയുന്നത്. These are the different types of documents. Last topic is standards. Standards are the guidelines on what content to include, the writing style and the format of the document. അതായത് നമ്മൾ എന്തൊക്കെ ഗൈഡ് ലൈൻസ് ആണ് അല്ലെങ്കിൽ എന്തൊക്കെ കണ്ടൻറ്റ് ആണ് ഒരു റിപ്പോർട്ടിൽ അല്ലെങ്കിൽ ഒരു റൈറ്റിംഗ് സ്റ്റൈലിൽ ഉൾപ്പെടേണ്ടത് എന്നുള്ളതിനെയാണ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. അതായത് അതിൻ്റെ ഗൈഡ് ലൈൻസിനെയാണ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുക. നമ്മൾ എങ്ങനെയാണ് ഒരു റിപ്പോർട്ടൊക്കെ റൈറ്റ് ചെയ്യുന്നത്, അതിൻ്റെ റൈറ്റിംഗ് സ്റ്റൈൽ എന്താണ്, എങ്ങനെയാണ് അതിൻ്റെ ഫോർമാറ്റ്, ആ റൈറ്റിംഗ് സ്റ്റൈലിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, ഇതൊക്കെ നോക്കുന്നതിനെയാണ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയാം. ഇറ്റ് മേക്സ് ഈസിയർ ടു ഡെവലപ്പ്, യൂസ് ആൻഡ് മെയിൻറ്റെയിൻ ഡോക്യുമെൻറ്റേഷൻ. ഈ സ്റ്റാൻഡേർഡ്സ് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡോക്യുമെൻറ്റേഷൻ ഒന്നും കൂടി ഈസി ആക്കാൻ പറ്റും. ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ്സ് പറയുന്നുണ്ട്. ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ്സ് ആർ ജനറലി അഡോപ്റ്റഡ് ബൈ ഓർഗനൈസേഷൻ ടു എൻഷുർ ഡോക്യുമെൻറ്റേഷൻ ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് ഒരു ഓർഗനൈസേഷൻ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്യുന്നത്. നമ്മൾ പറയുന്നുണ്ടല്ലോ, ഇപ്പോൾ നമ്മൾ മാനേജ്മെൻറ്റ് പഠിക്കുന്ന സമയത്ത് അവിടെ സ്റ്റാൻഡേർഡൈസേഷൻ പഠിക്കുന്നുണ്ട്. അതിൽ സ്റ്റാൻഡേർഡ്സ് ബിക്കം ഓർഗനൈസേഷണൽ പോളിസി ആൻഡ് റൈറ്റേഴ്സ് വെദർ ഇൻറ്റേർണൽ സ്റ്റാഫ് ഓർ കോൺട്രാക്ടേഴ്സ് ഹാവ് എ ബേസിസ് അപ്പോൺ വിച്ച് ടു പ്രൊഡ്യൂസ് ഡോക്യുമെൻറ്റേഷൻ. ഈ സ്റ്റാൻഡേർഡ്സിൽ ശരിക്കും ഓർഗനൈസേഷൻ പോളിസീസും ഓർഗനൈസേഷൻ്റെ ഇൻറ്റേർണൽ സ്റ്റാഫും കോൺട്രാക്ടേഴ്സും ഇവരെല്ലാം ഉൾപ്പെടുന്നതാണ് ഈ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ്സ് ഓഫ് ഡോക്യുമെൻറ്റേഷനിൽ നമ്മൾ ഒരു ഡോക്യുമെൻറ്റേഷൻ ചെയ്യുന്നതിൻ്റെ സ്റ്റാൻഡേർഡ്സിൽ പറയുന്നുണ്ട്, അത് എപ്പോഴും ക്ലാരിറ്റി ഉള്ളതായിരിക്കണം. എ ഗുഡ് ടെക്നിക്കൽ ഡോക്യുമെൻറ്റേഷൻ ക്ലിയർലി കൺവേസ് ദ സബ്ജക്റ്റ് മാറ്റേഴ്സ്. ഒരു ഡോക്യുമെൻറ്റുകൾ എപ്പോഴും എങ്ങനെയായിരിക്കണം, ക്ലിയർ ആയിട്ട് കൺവേ ചെയ്യണം, ക്ലാരിറ്റി ഉണ്ടാവണം. സിമ്പിൾ ലാംഗ്വേജ് അതിന് യൂസ് ചെയ്യാൻ പാടില്ല, ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വേർഡ്സ് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. ഡോക്യുമെൻറ്റുകൾ നമ്മൾ കീപ്പ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ സിമ്പിൾ ലാംഗ്വേജിൽ യൂസ് ചെയ്യണം. അവോയ്ഡ് ജാർഗൺസ്, അതായത് നമ്മളെന്താണെന്ന് വെച്ചാൽ ഓവർ
ഇപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ സ്പെസിഫിക്കായിട്ട് തന്നെ വ്യക്തമായിട്ട് തന്നെ കാണിക്കണം. അതല്ലാതെ നമ്മൾ മനസ്സിലാവാത്ത ഭാഷയിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഇത് കാണിക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, എങ്ങനെയാണോ നമ്മൾ ഒരു ടെക്നീഷ്യൻസ് അണ്ടർസ്റ്റാൻഡിങ് ദ ഫോർമാറ്റ്, അണ്ടർസ്റ്റാൻഡബിലിറ്റി ഓഫ് ദ ഫോർമാറ്റ്, ഡെവലപ്പ് ബാഡ് ഹാബിറ്റ് യൂസിങ് ഓവർലി സ്പെഷ്യലിസ്റ്റ് ടേംസ് ഓർ ജാർഗൺസ് ദാറ്റ് നോ വൺ എൽസ് അണ്ടർസ്റ്റാൻഡ്സ്. മറ്റുള്ളവർക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യാൻ. അതല്ലാതെ മറ്റുള്ളവർക്ക് മനസ്സിലാവാത്ത രൂപത്തിൽ പദപ്രയോഗങ്ങൾ നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതിനെയാണ് ജാർഗൺസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജാർഗൺസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഓരോന്നിലും യൂസ് ചെയ്യുന്ന വേർഡ്സ് ഉണ്ടല്ലോ, ആ വേർഡ്സ് മനസ്സിലാവുന്നതായിരിക്കണം. അല്ലാതെ മറ്റുള്ളവർക്ക് നോ വൺ എൽസ് അണ്ടർസ്റ്റാൻഡ്, അത് വായിച്ചാൽ വേറെ ആർക്കും മനസ്സിലാവുന്നില്ലെങ്കിൽ നമ്മൾ പിന്നെ അത് സിമ്പിൾ ലാംഗ്വേജ് പോലെ തന്നെയാണ് ഈ ജാർഗൺസ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവോയ്ഡ് ജാർഗൺസ്. പദപ്രയോഗങ്ങൾ നല്ല സ്പെസിഫിക് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യണം. ദറ്റ് ഈസ് ജാർഗൺസ്. ഇൻഡെക്സിങ് നമ്മൾ കൊടുക്കുമല്ലോ, ഇത് മുതൽ ഇതുവരെ ഇന്നതാണ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുമല്ലോ, ഇൻഡെക്സ് കാണിക്കില്ലേ, പേജ് നമ്പറൊക്കെ കാണിക്കില്ലേ, അതേപോലെ വ്യക്തമായിട്ടായിരിക്കണം ഡോക്യുമെൻറ്റേഷൻ ചെയ്യുന്നത്. ഏത് മുതൽ ഏതുവരെയാണ് പേജസിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത് എന്നുള്ളത് ഇൻഡെക്സിങ്ങിൽ ഉൾപ്പെടുത്തണം. ലാസ്റ്റ്, ആട്രിബ്യൂട്ട്സ് ഓഫ് ഗുഡ് കമ്മ്യൂണിക്കേഷൻ. ഒരു ഗുഡ് കമ്മ്യൂണിക്കേഷന് വേണ്ട ആട്രിബ്യൂട്ട്സ് എന്തൊക്കെയാണ്? ഗുണങ്ങൾ എന്ന് പറയില്ലേ നമ്മൾ, ദറ്റ് ഇസ് ആട്രിബ്യൂട്ട്സ്. കണ്ടൻറ്റ് ലിസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ കണ്ടൻറ്റുകളെല്ലാം വ്യക്തമായിട്ട് കാണിക്കണം. സ്റ്റേറ്റഡ് പർപ്പസ്, എന്ത് കമ്മ്യൂണിക്കേഷൻ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എന്നുള്ളത് വ്യക്തമായിട്ട് കാണിക്കണം. നാവിഗേഷൻ ടൂൾസ്, കളർ കോഡിങ്, ടേബിൾ കണ്ടൻറ്റ്, ഡിവൈഡേഴ്സ്, ഡ്രോപ്പ് ഡൗൺ മെനൂസ്, ഐക്കൺസ്, ഇൻഡെക്സസ് ഒക്കെ നമ്മൾ എന്താണ്, നാവിഗേഷൻ ടൂൾസാണ്, അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ആക്യുറസി, കറക്റ്റ് ഇൻഫർമേഷൻ, ആക്യുറേറ്റ് ഇൻഫർമേഷൻ ആയിരിക്കണം കാണിക്കേണ്ടത്. എല്ലാവർക്കും ആക്സസ് ചെയ്യാവുന്ന രൂപത്തിൽ, ആക്സസബിലിറ്റി, എല്ലാവർക്കും ആക്സസ് ചെയ്യാവുന്ന രൂപത്തിലാവണം നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യേണ്ടത്. ക്ലാരിറ്റി, വ്യക്തത ഉണ്ടായിരിക്കണം, കൃത്യമായിട്ടും വ്യക്തമായിട്ടുമായിരിക്കണം നമ്മൾ ഡാറ്റാസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. കൊഹറൻറ്റ്, ദറ്റ് ഈസ് ലോജിക്കൽ അസോസിയേഷൻ ഉണ്ടായിരിക്കണം. പാർട്സ്, ഒരു ഭാഗവും മറ്റേ ഭാഗവും തമ്മിൽ ഒരു ബന്ധം ഉണ്ടായിരിക്കണം. കൺസൈസ് ആയിരിക്കണം, റെലവൻറ്റ് ഇൻഫർമേഷൻ ആയിരിക്കണം അതിൽ കൊടുക്കേണ്ടത്. കംപ്ലീറ്റ് ആവണം, കോംപ്രിഹെൻസീവ് ആവണം. കംപ്ലീറ്റ് ആയിരിക്കണം എന്നാൽ വലിച്ചു വാരിയാവാൻ പാടില്ല, കോംപ്രിഹെൻസീവ് ആവണം. കൺസിസ്റ്റൻറ്റ്, സ്ഥിരമായിട്ട്, അതായത് കൺസിസ്റ്റൻറ്റ് മാനർ ഓഫ് സ്റ്റൈല്, ഫോർമാറ്റ് ഓഫ് പ്രസൻറ്റേഷൻ. കഴിഞ്ഞ വർഷം ഏതോ ഫോർമാറ്റ്, ഈ വർഷം വേറെ ഫോർമാറ്റ്, അങ്ങനെ ആവരുത്. ഒരു കൺസിസ്റ്റൻ്റ് ആയിരിക്കണം കമ്മ്യൂണിക്കേഷൻ, ഒരു ഓർഗനൈസേഷനിൽ കൊടുക്കുന്ന കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയും ടോപ്പിക്കുകളാണ്. ഈ ലാസ്റ്റിലേക്ക് വരുന്നത് അത്ര നമുക്കൊരു 1 മാർക്കിന് 2 മാർക്കിനൊക്കെ 2 മാർക്കിനൊക്കെ പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. അതല്ലാതെ 1 മാർക്ക് നിങ്ങൾക്ക് ഇല്ലാത്തതുകൊണ്ട് 2 മാർക്കിന് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. അതല്ലാതെ ഒരു എസ്സേയോ അല്ലെങ്കിൽ ഒരു 4 മാർക്കിനൊന്നും പ്രതീക്ഷിക്കാൻ പറ്റുന്ന അത്ര ടോപ്പിക്കല്ല. ജസ്റ്റ് എന്താണ് ഡോക്യുമെൻറ്റേഷൻ, എന്താണ് ടെക്നിക്കൽ ഡോക്യുമെൻറ്റേഷൻ എന്നുള്ളത് നോക്കുക. ഓക്കെ, താങ്ക് യു.